ഹായ് ചങ്കേളെ, എല്ലാവർക്കും മേഫിൻ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഇറച്ചിക്കറിയുടെ അതേ ടേസ്റ്റിലൊരു കുമ്പളങ്ങക്കറിയാണ്. നമ്മളെല്ലാവരും ചിക്കനും ബീഫും കഴിച്ച് മടുത്തിട്ടുള്ളവരാണെങ്കിൽ ഒരു തവണ തയ്യാറാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. വീട്ടിലെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ റെസിപ്പിയുടെ ഡീറ്റെയിൽസ് ഒന്നും മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. ഇതുപോലെയുള്ള മനോഹരമായ വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ കറക്റ്റായിട്ട് കിട്ടുവാൻ വേണ്ടി ആ മുകളിൽ കാണുന്ന ഫോളോ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചിരിക്കണേ. അപ്പോൾ നമുക്ക് ആ കുമ്പളങ്ങക്കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വീഡിയോയിലൂടെ കണ്ടിട്ട് വരാം. അത്യാവശ്യം 4 പേർക്ക് ഒരേ സമയം കഴിക്കാവുന്ന കുമ്പളങ്ങയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. കട്ട് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, ഒരുപാട് വലുതും ഒരുപാട് ചെറുതുമായിട്ട് കട്ട് ചെയ്യരുത്. ഇതേ വലിപ്പത്തിന് മാത്രം കട്ട് ചെയ്തെടുക്കുക, കാരണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനാണ്. ഇനി നമുക്കിതിനെ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിനായി ആദ്യം അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് ഇനി നല്ലപോലെ കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സ്പൂൺ വെച്ച് മിക്സ് ചെയ്യാൻ നിൽക്കരുത്, മസാല അതിൽ പിടിക്കില്ല. കൈ കൊണ്ട് ചെയ്യുമ്പോഴായിരിക്കും മസാല അതിൽ നല്ലപോലെ പിടിക്കുന്നത്. ഇപ്പോൾ ഇത് മുഴുവൻ ഇവിടെ മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു 5 മിനിറ്റ് റെസ്റ്റിന് വയ്ക്കാം. ആ സമയം കൊണ്ടൊരു കടായി എടുത്ത് അടുപ്പിലോട്ട് വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചൊന്ന് ചൂടാക്കിയെടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കുമ്പളങ്ങ മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന കുമ്പളങ്ങ ഒന്നിനു മീതെ ഇരിക്കാതെ നിരത്തി വെച്ച് കൊടുക്കാം. ശേഷം 4-5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതുപോലെ തന്നെ മറിച്ചും തിരിച്ചു വിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പം നമ്മുടെ കുമ്പളങ്ങയൊക്കെ 2 സൈഡും ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് അത് മുഴുവനും കോരി മാറ്റാം. ശേഷം ഗ്രേവി തയ്യാറാക്കാൻ വേണ്ടി ഞാനൊരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. മൺചട്ടി കൈവശമുള്ളവർ മൺചട്ടി എടുക്കുക. നിങ്ങളുടെ കയ്യിൽ മൺചട്ടി ഇല്ല എങ്കിൽ ഇഷ്ടമുള്ള പാത്രം എടുക്കാം. ചട്ടി നല്ലപോലെ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. തീ ലോ ഫ്ലെയിമിലാക്കിയിട്ട് അതിലേക്ക് 1 പട്ട മുറിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 7-8 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി അതിനെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ച മണം മാറുന്നത് വരെ അതിനെ ഇളക്കിയെടുക്കുക. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണമൊക്കെ മാറി ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ സമയം ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ അത്യാവശ്യം എരിവുള്ള ഒരു 3 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. പച്ചമുളക് നിങ്ങളെ എരിക്കനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഒപ്പം ഒരു ഫ്ലേവറിന് വേണ്ടി 1 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഈ സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി ഒരു ബ്രൗൺ നിറമാവുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇത് കുക്കാവുന്ന സമയം കൊണ്ട് നമുക്കിതിന് വേണ്ടി ഒരു അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനായി ഞാൻ മിക്സിയുടെ ഒരു വലിയ ജാർ ഇവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു അരമുറി തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഇതിൻ്റെ മർമ്മപ്രധാനമായ ഐറ്റം എന്ന് പറഞ്ഞാൽ പെരുംജീരകമാണ്. അത് 1 ടീസ്പൂൺ അളവിന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് സ്കിപ്പ് ചെയ്യരുത്. ഈ കറിക്ക് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടിപ്സാണ്. ഇനി നമുക്ക് അരച്ചെടുക്കാൻ പാകത്തിന് 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചെടുക്കാം. ഇനി നമുക്ക് ഫൈൻ പേസ്റ്റിനായിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. ഇപ്പം നമ്മുടെ സവാളയൊക്കെ ഇവിടെ നല്ലപോലെ കുക്കായി കിട്ടിയിട്ടുണ്ട്.
ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട്. അതിനായി തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും കൂടെ തന്നെ 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും, അഥവാ കാശ്മീരി മുളക് പൊടി നിങ്ങളെ കയ്യിലില്ല എങ്കിൽ എരിവുള്ള മുളക് പൊടി ടോട്ടൽ 1 ടേബിൾ സ്പൂൺ എടുത്താൽ മതി. 1/2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ പൊടിയുടെയൊക്കെ പച്ചമണം മാറിയാലേ ഈ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇപ്പോൾ ഇവിടെ പൊടിയുടെയൊക്കെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. തക്കാളിയൊക്കെ നല്ലപോലെ ഉടഞ്ഞ് കിട്ടാൻ വേണ്ടി അതിനൊന്ന് അടച്ച് വെച്ച് 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തുറന്ന് നോക്കാം. ഇപ്പം തക്കാളിയൊക്കെ ഇവിടെ നല്ലപോലെ വെന്ത് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ജാറിലിരിക്കുന്നതും കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് 1 ഗ്ലാസ് വെള്ളമൊഴിച്ച് മിക്സ് ചെയ്ത് കറിയിലേക്ക് ഒഴിച്ചെടുക്കാം. ഇനി നമുക്കിതിൽ കുറവുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഇനി ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾ ചോറിൻ്റെ കൂടെയാണ് കഴിക്കുന്നതെങ്കിൽ കുറച്ച് ഗ്രേവി കൂട്ടി വയ്ക്കാം. നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയാണ് കഴിക്കുന്നതെങ്കിൽ കുറച്ച് തിക്കായിട്ടുള്ള ഗ്രേവി ആയിരിക്കും നല്ലത്. ഇനി നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കുമ്പളങ്ങ മുഴുവനും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തന്നെ ഒരു ഹാഫ് വേവായിട്ടുണ്ട്. ഇനി ഒരുപാട് ഇതിലിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് മുഴുവനായിട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഒരു ഏകദേശം ഒരു 8 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയി കിട്ടും. ഇളക്കിയെടുത്തതിന് ശേഷം ഒരു അടപ്പ് വെച്ച് അടച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ 8 മിനിറ്റ് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ ഏകദേശം 8 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കറിയൊന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ നമ്മുടെ കറിയൊക്കെ വറ്റി കറക്റ്റ് ഗ്രേവിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ചെറുതായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഞാൻ 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചപ്പോഴാണ് ഇത്രയും ഗ്രേവിക്ക് കറക്റ്റ് പരുവത്തിന് കുറുവി കിട്ടിയിട്ടുള്ളത്. ഗ്യാസ് ഓഫ് ചെയ്ത് 5 മിനിറ്റ് കഴിയുമ്പോൾ ഒന്നും കൂടെ കുറുകി കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഗ്രേവിയുടെ തിക്നെസ് എത്രത്തോളം വേണോ അതനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മുടെ കുമ്പളങ്ങ കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു വറകിട്ട് കൊടുക്കണം. അപ്പോഴായിരിക്കും ഇതുകൂടെ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. അതിനായി ഞാനൊരു ഫ്രൈ പാൻ ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മാത്രം ഒഴിച്ചെടുക്കുക. എണ്ണ നല്ലപോലെ ഒന്ന് ചൂടായി വന്നാൽ മാത്രം അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ടെടുക്കുക. കടുക് നല്ലപോലെ പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് ഉലുവയുടെ കളറ് ഒരു ബ്രൗൺ നിറമായി വരുന്ന സമയം അതിലേക്ക് ഒരു 3 ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക. ശേഷം 10-15 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഉള്ളിയുടെ കളർ ഒരു ബ്രൗൺ നിറമായി വരുന്ന സമയം ഒരു 3 വറ്റമുളകും കൂടെ ചേർത്ത് കൂടെ തന്നെ 1 തണ്ട് കരിയേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് ഇനി ഞാൻ ഇതിലേക്ക് സ്പെഷ്യലായിട്ട് ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ മല്ലിയില അരിഞ്ഞതാണ്. ഇനി ഇതിനൊരു 30 സെക്കൻഡ് ഇളക്കിയെടുത്തതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വറക് മുഴുവനും കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനായതുകൊണ്ടാണ് ഇത്രയും തിക്നെസ്സിന് ഗ്രേവി എടുത്തിട്ടുള്ളത്. അപ്പം നമ്മുടെ ഇറച്ചിക്കറിയുടെ ടേസ്റ്റിലുള്ള ഒരു കുമ്പളങ്ങ കറി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. കാണാനെന്ത് മനോഹരം നോക്കി. കാണാൻ മാത്രമല്ല കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ ചിക്കനും ബീഫൊക്കെ കഴിച്ച് മടുത്തിട്ടുള്ളവരാണെങ്കിൽ ഇതുപോലെ ഒരു തവണ കുമ്പളങ്ങ കിട്ടുമ്പോൾ തയ്യാറാക്കി നോക്കിക്കോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. അതിൻ്റെ ഫ്ലേവർ ഇറച്ചിക്കറിയുടെ ഫ്ലേവറും ആയിരിക്കും. അതിൻ്റെ ടേസ്റ്റ് ഇറച്ചിക്കറിയുടെ ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ ഇതുപോലെയുള്ള ഈസിയും ടേസ്റ്റിയുമായ റെസിപ്പികൾ ഇഷ്ടമായാൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്നടിച്ചേക്കണേ. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറന്നുപോകാതെ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ. ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുത്തിരിക്കണേ.
അപ്പോൾ ഇതിലും നല്ല കിടിലം കിടുക്കാച്ചി വീഡിയോയുമായി അടുത്ത ദിവസം കണ്ടുമുട്ടുന്നത് വരെ നിങ്ങളുടെ സ്വന്തം മൗഫിൻ. ബായ് ബായ്.